ക്രിസ്ത്യാനികളെ നിങ്ങൾ പിൻപറ്റുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു, വർഷം വർഷം വ്യത്യസ്തമായ മാറ്റങ്ങളോടുകൂടി. ഇതൊക്കെ പറഞ്ഞാലും ചില ആളുകൾ പല ദുർന്യായങ്ങളുമായി കൊണ്ട് കടന്നു വരും. സാധാരണക്കാരായ ആളുകൾ അവര് പറയും, എന്താപ്പ നബിദിനം ആഘോഷിച്ചാൽ അത് റസൂലുള്ളാഹിനോടുള്ള സ്നേഹമല്ലേ, പ്രവാചകനോട് സ്നേഹം പ്രകടിപ്പിക്കലല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ദുർന്യായങ്ങളും സഹോദരങ്ങൾ പറയും. ഇനി എന്റെ സംസാരം ഞാൻ ഇനി 10 പോയിന്റുകളിലേക്ക് എന്റെ സംസാരം ചുരുക്കുകയാണ്. എന്തുകൊണ്ട് നബിദിനം ഇസ്ലാമികമല്ല എന്നതിന്റെ 10 ഉത്തരങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഏത് ഖുർആൻ മനസ്സിലാക്കിയിട്ടില്ലാത്ത, ഹദീസ് ഓതിയിട്ടില്ലാത്ത, കോമൺ സെൻസ് മാത്രം ആവശ്യമുള്ള ഒരു പണ്ഡിതൻ ആവേണ്ടതില്ല, ഖുർആൻ പഠിക്കേണ്ടതില്ല, ഹദീസ് പഠിക്കേണ്ടതില്ല. ഏതൊരു സാധാരണക്കാരനായ ആൾക്കും മനസ്സിലാകുന്ന 10 കാര്യങ്ങൾ അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. എന്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകൾ നബിദിനത്തെ എതിർക്കുന്നു, അല്ലെങ്കിൽ നബിദിനം എന്തുകൊണ്ട് അനിസ്ലാമികമാകുന്നു എന്നതിന്റെ 10 ഉത്തരങ്ങളാണിത്. മുജാഹിദുകൾക്ക് ബിരിയാണി വെക്കാനോ നെയ്ച്ചോറ് വെക്കാനോ അല്ലെങ്കിൽ കൊടി പിടിക്കാനോ ഒന്നും അറിയാത്തത് കൊണ്ടല്ല. അവർക്കൊരു പക്ഷേ നിങ്ങളെക്കാൾ കൂടുതൽ പോത്തിനെയും അതുപോലെ തന്നെ ആടും ബിരിയാണിയും ഒക്കെ നന്നായി വെക്കാൻ അറിയുന്നവരാ തന്നെയാണ് ഞങ്ങൾ. പക്ഷെ എന്തുകൊണ്ട് ഞങ്ങൾ റസൂലുള്ളാഹിന്റെ പേരിൽ അത് കഴിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കത് കഴിയാത്തത് കൊണ്ടല്ല. പിന്നെ എന്തുകൊണ്ട്? ഏതൊരു സാധാരണക്കാരായ സഹോദരങ്ങളും ഇനിയുള്ള എന്റെ സംസാരം ശരിക്കും ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് നബിദിനാഘോഷം ഇസ്ലാമിൽ വരുന്നില്ല, എന്തുകൊണ്ട് നബിദിനാഘോഷം ഇസ്ലാമിൽ ഇല്ല എന്ന് മുജാഹിദുകൾ പറയുന്നു. ഒന്ന്, ഇസ്ലാമിൽ ഉള്ള ആഘോഷങ്ങൾ നമുക്കറിയാമല്ലോ. ഈദുൽ ഫിത്ർ, ഈദുൽ അദ്ഹ, അതുപോലെ തന്നെ ആഴ്ചയിലാണെങ്കിൽ യൗമുൽ ജുമുഅ. ഇതാണ് ഇസ്ലാമിലുള്ള ആഘോഷങ്ങൾ. 2 ഉണ്ട്. അതുപോലെ തന്നെ വെള്ളിയാഴ്ചയും ഈദായി കൂട്ടിയാൽ 3 ഉണ്ട്. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഗ്രന്ഥങ്ങൾ നിങ്ങൾ സഹീഹുൽ ബുഖാരി മുതൽ അതുപോലെ തന്നെ ഇമാം മുസ്ലിം മുതൽ അബൂ ദാവൂദ്, നസഈ, തിർമിദി, മുവത്ത എന്നിങ്ങനെയുള്ള പിന്നെ 100 കണക്കിന് ഹദീസ് ഗ്രന്ഥങ്ങൾ നിങ്ങൾ പരിശോധിച്ചോളൂ. ഈദുൽ ഫിത്റിനെ സംബന്ധിച്ച അധ്യായം കാണാം, അതിൽ ഈദുൽ അദ്ഹയെ സംബന്ധിച്ച അധ്യായം കാണാം, യൗമുൽ ജുമുഅയെ സംബന്ധിച്ച് അതിൽ അധ്യായങ്ങൾ കാണാം. എന്നാൽ എന്റെ ബഹുമാനരായ സാധാരണക്കാരെ നിങ്ങൾ ഉസ്താദുമാരോട് ചോദിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഈദ് മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ഒരു ഹദീസ് കിതാബിൽ ഒരു അധ്യായം, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം എന്ന് പറയുന്ന ഒരു അധ്യായം ഏതെങ്കിലും ഭൂമി ലോകത്തുള്ള ഏതെങ്കിലും ഹദീസിന്റെ കിതാബിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? ഇല്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ മുസ്ലിമീങ്ങളായ ആളുകളുടെ ആഘോഷം നമുക്കറിയാം. ഈദുൽ ഫിത്റിനെ സംബന്ധിച്ച് 100 കണക്കിന് അധ്യായങ്ങൾ ബുഖാരി മുസ്ലിമിൽ കാണാം. ഈദുൽ അദ്ഹയെ സംബന്ധിച്ച് 100 കണക്കിന് അധ്യായങ്ങൾ ബുഖാരി മുസ്ലിമിൽ കാണാം. എന്നാൽ എന്തുകൊണ്ട് ഈദ് മൗലിദിൻ നബി കാണാതെ പോയി? എന്തുകൊണ്ട് ഇമാം ബുഖാരി അങ്ങനത്തെ അധ്യായം കൊടുത്തില്ല? എന്തുകൊണ്ട് ഇമാം മുസ്ലിം അങ്ങനെ ഒരു അധ്യായം തന്റെ സഹീഹിൽ കൊടുത്തില്ല? എന്തുകൊണ്ട് ഒരൊറ്റ മുഹദ്ദിസും കഴിഞ്ഞു പോയിട്ടുള്ള ലോകത്ത് മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഒരൊറ്റ മുഹദ്ദിസും എന്തുകൊണ്ട് ഈദ് മൗലിദിൻ നബി എന്ന് പറയുന്ന ഒരു അധ്യായം തന്റെ ഹദീസ് കിതാബിൽ കൊടുത്തില്ല? നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്. രണ്ടാമത്തത്, നമുക്കറിയാമല്ലോ, ഒരു മുസ്ലിമിന്റെ ഈദാണെങ്കിൽ, പെരുന്നാളാണെങ്കിൽ, ഈദുൽ ഫിത്ർ ആണെങ്കിൽ ഈദുൽ ഫിത്റിന്റെ ദിവസം എന്തൊക്കെ ചെയ്യണം നമുക്കറിയാം. കുളിക്കണം, അതുപോലെ തന്നെ പുതിയ വസ്ത്രം ധരിക്കണം, അതുപോലെ തന്നെ തക്ബീറുകൾ ചെല്ലണം. ഈദുൽ ഫിത്ർ ആണെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഈദ്ഗാഹിലേക്ക് പോകണം, വഴിമാറി സഞ്ചരിക്കണം, 2 റക്അത്ത് നമസ്കരിക്കണം. മുസല്ലിയിൽ വെച്ചാണ് നമസ്കാരം ഉണ്ടാകേണ്ടത്. ഓരോ റക്അത്തിലും ആദ്യത്തെ റക്അത്തിൽ 5-7, രണ്ടാമത്തിൽ 5 തക്ബീറുകൾ ചെല്ലണം. അത് ഇന്ന സൂറത്തുകൾ ഓതണം. അതിനുശേഷം ഖുതുബ നടത്തണം. അതിനുശേഷം വേറെ വഴിയിലൂടെ വരണം, കുടുംബ സന്ദർശനം നടത്തണം. ഈദുൽ അദ്ഹയാണെങ്കിൽ ബലിയെറുക്കണം, മുസല്ലിയിൽ വെച്ച് ബലിയെറുക്കണം. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസമാണെങ്കിൽ നിങ്ങൾ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യണം. സുബൈക്ക് ഇന്ന സൂറത്ത് ഓതണം, ഖുതുബ ശ്രദ്ധിക്കണം, നേരത്തെ വരണം, ഇമാമിന്റെ അടുത്തിരിക്കണം, ഉറങ്ങാൻ പാടില്ല, അതുപോലെ തന്നെ അങ്ങനെയുള്ള ലഹവ് പാടില്ല. ഇങ്ങനെയുള്ള 100 കണക്കിന് വിശദീകരണങ്ങൾ. എങ്ങനെയാണ് ഒരു മുസ്ലിം ഈദ് ആഘോഷിക്കേണ്ടത് എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. എന്നാൽ സാധാരണക്കാരെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്റെ സംസാരം. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഉസ്താദുമാരോട് ചോദിച്ചു നോക്കണം. അല്ല ഉസ്താദേ, മൗലിദ് ആഘോഷിക്കേണ്ടത് എങ്ങനെയാണ്? അന്ന് കുളിക്കൽ സുന്നത്തുണ്ടോ?